മുഖ്യമന്ത്രിയുടെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് തല്ലിച്ചതച്ച സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല കെ.എസ്.യു നേതാവ് എ.ഡി. തോമസിന്റെ കുടുംബത്തിന്. കൊട്ടേഷൻ സംഘങ്ങളെ പോലെയാണ് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പെരുമാറിയതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. കെ.എസ്.യു ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എ.ഡി. തോമസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ്യുമാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിൽ നീതി തേടി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഈ രണ്ടുപേരും. നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ചതിനാണ് പോലീസ് പിടിച്ചു മാറ്റിയിട്ടും പിന്നാലെ എത്തിയ ഗൺമാൻ അനിൽ കല്ലിയൂരും സംഘവും ക്രൂരമായി തല്ലിച്ചതച്ചത്. ലാത്തിയേക്കാൾ നീളമുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് നേരെയായിരുന്നു അടി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഇരുവരും നിലത്തു വീണു. എ.ഡി. തോമസിന്റെ തല പൊട്ടി. 4 തുന്നിക്കെട്ടലുകളാണുള്ളത്. അടി തടഞ്ഞ അജയുടെ ഇടത് കൈയുടെ അസ്ഥിക്ക് പൊട്ടലുമുണ്ട്. നമ്മളെ കൊന്നുകളയുമട എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അടിച്ചത്. ആ ആദ്യത്തെ അടിയിൽ തന്നെ നമ്മൾ തലപൊട്ടി രക്തം വരുന്നുണ്ട്. അപ്പം നമ്മൾ അപ്രതീക്ഷിതമായിട്ടുള്ള അടിയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു യാചനാ സ്വരത്തിൽ തന്നെ ഞങ്ങളിവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് സാഹചര്യത്തിൽ നമ്മൾ പറഞ്ഞത് അടിക്കരുതെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ തല ലക്ഷ്യമാക്കി ഈ അനിലും സന്ദീപും പിന്നെ ഈ സഫാരി സ്യൂട്ട് ധരിച്ച ഉദ്യോഗസ്ഥനും ചേർന്ന് അടിക്കുന്നുണ്ട്. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും ഇനി ആരോടും അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. ആലപ്പുഴ മാരാരിക്കുളത്ത് മത്സ്യത്തൊഴിലാളിയായ ഡൊമിനിക്കിന്റെ മൂത്ത മകനാണ് എ.ഡി. തോമസ്. മകനെ തെരുവിൽ തല്ലിച്ചതച്ചതിന്റെ വേദന ഇപ്പോഴും മനസ്സിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അത് സ്വന്തം മക്കൾക്ക് സംഭവിക്കുമ്പോൾ ഓരോരുത്തർ മാതാപിതാക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകത്തുള്ളൂ. ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ച് എന്തും ഭയപ്പെട്ടു എന്ന് നമുക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഭയപ്പെട്ടു പോയി അയാളുടെ ഇട്ട് അടിക്കണ കാണുമ്പോൾ പുറകുന്നുള്ള അടിയില്ല, തലക്കല്ല അടിക്കുന്നത്. തോമസിന്റെ അമ്മ അക്കാമ്മയ്ക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇതാണ്. അടി എല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഒരു വലിയൊരു നികൃഷ്ടമായ രീതിയിലുള്ള അടിയാണ് അടിക്കുന്നത്. അപ്പോൾ ഒരു ആർക്കും നിൽക്കുമ്പോൾ എൻ്റെ പോലുള്ള മോരും സാരമില്ല സമയം എന്നോട് ചോദിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ചോദിക്കാതെ പോകുന്നവരുവരുണ്ട്. എന്താണ് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ചോദിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു കുഞ്ഞിനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത്. മർദ്ദനത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനാൽ ഇനി നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇരുവരും. തലയ്ക്കടിച്ചതടക്കം മുഖ്യമന്ത്രിയുടെ ഗൺമാനും സംഘവും തല്ലിച്ചതച്ചത് പോലീസിന്റെ സാധാരണ നടപടിയെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് സൗത്ത് പോലീസ് കൊടുത്ത റിപ്പോർട്ട്. വിദ്യാർത്ഥി സമരങ്ങളിൽ ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിനിരയായ നിരവധി ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ? ജനാധിപത്യത്തിൽ പ്രതിഷേധങ്ങളോട് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? മനീഷ് മഹിവാൽ, 24 ആലപ്പുഴ. വലിയ കാര്യം അല്ലേ? നമ്മൾ ഈ അടിയൊക്കെ കുട്ടികൾ അടി കൊള്ളുമ്പോൾ അല്ലെങ്കിൽ നേതാക്കളൊക്കെ അടി കൊള്ളുമ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലിരുന്ന് ഇത് കാണുന്ന അവരുടെ ഏറ്റവും അടുത്ത അമ്മ, അച്ഛൻ, കുടുംബമൊക്കെ വല്ലാതെ വേദനിക്കും. അത് ഈ പരസ്പരം പോരടിക്കുമ്പോൾ ഇതൊക്കെ ഓർത്താൽ നന്നായിരിക്കുമെന്ന് പലപ്പോഴും നമ്മളും ചിന്തിക്കാറുണ്ട് അല്ലേ? അതെ.